സിനിമ എന്ന മാസ്മര ലോകത്ത് എത്തിപ്പെടാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. മലയാളിയല്ല, ഏത് ലോകത്തുള്ള ഏത് ആളായാലും സിനിമ എന്ന മാധ്യമത്തിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഇന്ന് കണ്ടുമുട്ടിയിട്ടുള്ളത്. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വന്തമായിട്ട് കഥയും തിരക്കഥയും സംവിധാനം ചെയ്ത് സിനിമയുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് റിലീസിങ്ങിന് നിൽക്കുന്ന ആ സിനിമയുടെ സംവിധായകനെയാണ്. ആള് ചില്ലറക്കാരനല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാവന്നൂർ മൊട്ടയിലാണ്. പാവന്നൂർ മൊട്ടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും KL ബ്രോ ബിജു, യൂട്യൂബർ, ഫേമസ് യൂട്യൂബർ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ വീഡിയോ ചെയ്യുന്നു. അങ്ങനെ ഫേമസ് ആയ ഒരു വ്യക്തി കൂടിയാണ്. നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്ന് പറയുന്നു? അക്ഷയ്. അക്ഷയ്. അപ്പൊ നമ്മുടെ സിനിമ ഇപ്പം ഏകദേശം എല്ലാം കഴിഞ്ഞു നിൽക്കുന്നത്. സിനിമയുടെ പേര് പറയും. സിനിമയുടെ പേര് അലീന ദ ബിഗിനിങ് എന്നാണ്. സിനിമ ഫുൾ എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടുണ്ട്. OTT ആയിട്ട് നമ്മൾ സംസാരിച്ച് റിലീസിന്റെ പരിപാടിയിലുള്ളത്, അവസാന ഘട്ടത്തിലുള്ളത്. ഉടനെ തന്നെ റിലീസ് ഉണ്ടാവും. അപ്പൊ ഈ സിനിമയില് ആരാണ് ഹീറോ, ഹീറോയിൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഹീറോയിനെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് അപ്പുറത്തേക്ക് നമ്മൾ ഒരു കഥക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് എല്ലാം പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഒരു 5 പേർക്ക് അവസരം കൊടുക്കാൻ പറ്റുമെങ്കിൽ അല്ലെ. നമ്മളും ഒരു പുതിയ ഞാനും ഒരുപാട് ഇങ്ങനെ ചാൻസിന് വേണ്ടിയിട്ട് പോയിട്ടാണ് ഞാൻ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് എന്തായാലും പുതുമുഖം. അതുപോലെ ഈ ഇതില് എന്തിനെ ബേസ് ചെയ്തിട്ടായി പടം? സിനിമ എന്ന് പറയുന്നത് ഇതിന്റെ അകത്തൊരു ഞാൻ വിഷയം പറയുന്നില്ല. നമ്മളൊരു ആനുകാലിക എപ്പോഴും മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യനെ കൊണ്ട് മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ അതിന് പ്രസക്തി ഉണ്ട് നമ്മൾ പറയുന്നതിന്. അതുകൊണ്ട് കഥാപാത്രങ്ങൾക്കപ്പുറം ഒരു കഥയിൻ്റെ അകത്തുണ്ട്. കുട്ടിക്കാലം മുതലേ സിനിമയോട് അല്ലെങ്കിൽ ഈ അഭിനയത്തോട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ കലാരംഗത്തേക്ക് എത്തിപ്പെടാനുള്ള ആഗ്രഹം അതിയായിട്ടുണ്ടായി. എനിക്ക് അങ്ങനെ എത്തിപ്പെടണം എന്നുള്ളൊരു അന്നേരം ഒന്നും അങ്ങനെ ഒരു സ്വപ്നമായിട്ടൊന്നും ഇല്ല നമുക്ക്. പിന്നെ പക്ഷെങ്കില് താല്പര്യമായിരുന്നു ഭയങ്കര. നമ്മൾ ചെറുപ്പം മുതലേ നാടകത്തിലും ഇപ്പം ആടുജീവിതം കൊമാലയിൽ അഭിനയിച്ചിട്ടുണ്ട്, ആടുജീവിതത്തില് ആടായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആടായിട്ട് വെച്ചാൽ ചെറിയ നമ്മൾ എന്താണോ വേഷം കിട്ടുക, നമുക്ക് സ്റ്റേജിൽ കയറുക എന്നുള്ളതാണ്, നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ സ്കൂളിലൊന്നും ഞാൻ അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ല. നാട്ടിൻപുറത്ത് നമ്മൾ ഇവിടെ പെണ്ണായിട്ട് വേഷം കിട്ടിയിട്ട് ഞാൻ ബിജുവേട്ടൻ അമ്മയായിരിക്കും, ഞാൻ മോളായിരിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് കോമഡി സ്കിറ്റുകളും നാടകങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ എനിക്ക് സിനിമ എന്നുള്ളത് ഭയങ്കര, നമ്മൾ എല്ലാ സിനിമയും കാണും. ഈ തമാശ കോമഡി സിനിമകളാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ തമാശ പറയാനുള്ളത് ഭയങ്കര ഒരു ക്രേസ് ആയിട്ട്, നമ്മൾ പറയുമ്പോൾ ഒരാൾ ചിരിക്കുന്നതാണെന്നുള്ള ഒരു സന്തോഷമില്ലേ. അതുകൊണ്ട് അതിനുശേഷം ഇങ്ങനെ സിനിമ എടുക്കുക എന്നുള്ളത്. പക്ഷെ എന്റെ ഇഷ്ടപ്പെട്ടത് കോമഡി ഹ്യൂമറാണ് എന്റെ ഇഷ്ടപ്പെട്ട സബ്ജക്ട്. പക്ഷെങ്കിൽ ഞാനിപ്പോ ചെയ്തിട്ടുള്ള ഒരു ത്രില്ലർ ഹൊറർ മൂടുള്ള ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പം കുട്ടീന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അലീന ഒരു കുട്ടിയല്ല, സ്ത്രീയുടെ പേര്. കുട്ടിയാണ് അഭിനയിക്കുന്നത്. ഇതിൽ മെയിൻ ക്യാരക്ടർ കുട്ടിയാണ്. ഇതിന്റെ അകത്തൊരു ഒരു പെൺകുട്ടിയിലൂടെയാണ് കഥ പോകുന്നത്. അപ്പോ അത്രയും നമുക്ക് പറയാം. ഞാൻ ചോദിക്കാൻ വന്നത് ഈ കുട്ടീന്റെ പേര് അല്ലെങ്കിൽ എവിടെയുള്ള കുട്ടിയാണ്? കണ്ണൂർ തന്നെയുള്ള കുട്ടിയാണ് അഭിനയിക്കുന്നത്. പക്ഷെ അവളിപ്പം ബഹ്റൈനിലാണ്. റീലും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഭയങ്കര ടാലന്റ് ഉള്ള കുട്ടിയാണ്. അപ്പോ നമ്മളെപ്പോലെ എന്നെക്കാൾ ഞാൻ ഇപ്പൊ സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത്, ഞാനിപ്പോ ഒരു അടുത്തൊരു സിനിമ ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെയല്ല, അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യും. പക്ഷെങ്കിൽ അതിനപ്പുറത്തേക്ക് സാറക്കുട്ടി എന്നാണ് പേര്. അപ്പൊ സാറക്കുട്ടി എന്നാണ് പേജിന്റെ എല്ലാം. അപ്പോ അവളെ എന്തായാലും നമ്മളെ മലയാള പ്രേക്ഷകരെ ഏറ്റെടുക്കും. എന്തായാലും അവളൊരു മലയാള സിനിമയുടെ ഒരു ഭാവി വാഗ്ദാനമായിരിക്കും ഉറപ്പായിട്ടും. അത്രക്ക് നന്നായിട്ട് പെർഫോം ചെയ്യും. നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയുള്ളൂ. എത്ര വയസ്സുള്ള കുട്ടിയാ? വയസ്സ് എനിക്ക് കറക്റ്റ് അറിയില്ല, എന്തായാലും ഒരു 8-10 വയസ്സിന് താഴെ ഉള്ളൂ. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ക്യാമറമാൻ ആരാ? ക്യാമറ എന്ന് പറയുന്നത് ഞാൻ 2017 ഏകദേശം 2016-17 ആ കാലഘട്ടം മുതൽ സിനിമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളിലും ഞാൻ കയറിയിട്ട് മെസ്സേജ് ഇടും. അങ്ങനെ ഇനി മലയാള സിനിമയിൽ ഒരു ആക്ടർക്കും മെസ്സേജ് അയക്കാൻ ബാക്കിയില്ല, അത്രയും അയച്ചിട്ടുണ്ട്. ചില ആൾക്കാരെ അയച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ ഭൂരിഭാഗം കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കൂട്ടത്തിൽ പരിചയപ്പെട്ടാണ് ബിൻസീർ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ കൊടുങ്ങല്ലൂരുള്ള ബിൻസീർക്ക. അപ്പോ ബിൻസീർ ഖാനെ കൂടാണ്ട് എന്റെ സിനിമാ ജീവിതം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എന്നുവെച്ചാൽ മൂപ്പരാണ് ഞാൻ പരിചയപ്പെട്ട. പിന്നെ ഞാൻ എനിക്ക് കൂടുതൽ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ചു എന്ന് പറയില്ലേ, അങ്ങനെ നടന്നത്. അപ്പൊ മൂപ്പരാണ് ഇതിന്റെ ക്യാമറ ആയിട്ടുള്ളത്. മൂപ്പർ ക്യാമറമാനാണ്. ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റന്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോ മൂപ്പരാണ് ഇപ്പൊ സ്റ്റിൽ നമ്മളെ പടം ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഭാഗം അദ്ദേഹം പടം ചെയ്തതാണല്ലോ. മുന്നേ പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നമുക്കൊരു നമുക്ക് ഞാനിപ്പോ ഒരു തുടക്കക്കാരൻ, സപ്പോർട്ടും ഉണ്ടാവും അല്ലെ. ഞാനൊരു തുടക്കക്കാരൻ എന്നുള്ള എനിക്ക് അറിയാം, എന്ത് വേണമെന്നൊക്കെ അറിയാം, എവിടെ എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ളത് അറിയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളൊരു ക്യാമറ, ഞാൻ ഇന്നത് പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെയാണ് സാധനം വേണ്ടതെന്ന് പറഞ്ഞാൽ മൂപ്പര് ക്യാമറ വെച്ച് കാര്യങ്ങളെല്ലാം, അതിനപ്പുറത്തേക്ക് എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അതും ചെയ്തു തരും. ആംഗിൾ കാര്യം അങ്ങനെ ഒരു ക്യാമറമാൻ തന്നെയാണ് വേണ്ടത്. നമ്മളെക്കാളും കഴിവുള്ള ആൾക്കാരാണ് വേണ്ടത്. എല്ലാം നമ്മൾ ഒരുപാട് ടാലന്റഡ് ഉള്ള ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു നല്ല സിനിമ ഉണ്ടാവും. അങ്ങനെയാണല്ലോ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വയനാടായിരുന്നു. ലൊക്കേഷൻ വയനാട്. കുറച്ച് ഭാഗം നമ്മൾ കണ്ണൂർ ചെയ്തിട്ടുണ്ട്, കണ്ണൂർ ടൗണിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. വയനാടിനെ എന്ന് പറയുമ്പം നമ്മളെ ഇപ്പോഴത്തെ ഈ ഒരു ഇതുണ്ടല്ലോ, നമുക്കിപ്പം സങ്കടം. പിന്നെ ഇതില് താങ്കൾ അഭിനയിച്ചിട്ടുണ്ടോ? ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ യൂട്യൂബറായ കേൽ ബ്രോയും ബിജുവേട്ടൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒക്കെ ഉണ്ടോ? ഉണ്ട്. എല്ലാരും വേഷം നല്ല, അവരിലൂടെയൊക്കെയാണ് കഥ പോകുന്നത്. നമുക്ക് ഇനി ഇതിനൊരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്. ഇത് ഒന്നാം ഭാഗം നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിന്റെ അമ്മയൊക്കെ ഉണ്ടോ? ഇല്ല, അമ്മയില്ല. നമുക്ക് അങ്ങോട്ടേക്ക് വരാനുള്ള വെച്ചാൽ നമ്മള് സിനിമ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയനാടിന്റെ ഒരു ഓഫ് റോഡ് ഏകദേശം 6 കിലോമീറ്ററിന് മേലോട്ട് ടോപ്പിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു ബംഗ്ലാവ് നിന്നാണ് നമ്മൾ ഷൂട്ട്. നമ്മൾ ഹൊറർ ഒരു സബ്ജക്ട് ആയതുകൊണ്ട് അത്രയും ടോപ്പിലാണ്. അപ്പോൾ നമുക്ക് തന്നെ വൈകുന്നേരം 5 മണി വരെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ആന ഇറങ്ങും, കോട. നമുക്ക് തിരിച്ചു വരൽ എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ള ആൾക്കാർ മാത്രമേ അങ്ങോട്ടേക്ക്. അപ്പൊ ഷൂട്ടിംഗ് എല്ലാം എങ്ങനെയായിരുന്നു? ഷൂട്ടിംഗ് എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തോ? അല്ല, എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഭയത്തോടെ പറയില്ലേ, ഭയത്തോടെ നമ്മൾ അത്രയും നമ്മൾ എന്താണോ ഹൊറർ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്തേക്ക് നമുക്ക് അവിടുന്ന് ഫീല് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പേഴ്സണലി നമ്മൾ പേടിച്ചിരുന്ന രാത്രികളുണ്ട് അവിടെ. എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? ഏകദേശം 1 മാസത്തിന് അടുപ്പിച്ചിട്ട് തന്നെ നമുക്ക് ഷൂട്ട് ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ 10-16 ദിവസം നമ്മൾ ടോപ്പിലും ബാക്കി ഒരു 10 ദിവസത്തിന് അടുപ്പിച്ചിട്ട് വയനാട് ടൗണ് അങ്ങനെ ഏരിയകളിലും, പിന്നെ ഏകദേശം ഒരു 1.5 ദിവസം കണ്ണൂരും. ഈ പറഞ്ഞ പാട്ട് അങ്ങനെ പാട്ട് 2 സോങ് ഉണ്ട്. ആരാ എഴുതിയത്? ഒന്ന് ഞാനാണ് എഴുതിയത്, ഒരു റാപ്പാണ്. ഒന്ന് എഴുതിയത് പിന്നെ പയ്യന്നൂരിലുള്ള ഒരു സുജാത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ്. മുപ്പത്തിയും ഇതുപോലെ തന്നെ എന്നോട് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ഒരു പാട്ട് എഴുതട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവസരം, അങ്ങനെ നമ്മളെല്ലാവർക്കും അവസരം, ഞാനും അവസരം ചോദിക്കുമ്പോ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസർ ഓക്കെ ആയിട്ടില്ലേ നമുക്കും സിനിമ ചെയ്യാൻ പറ്റില്ല. ഈ പാട്ട് ആരൊക്കെ പാടിയിരുന്നു? ഒന്ന് മൃദുല വാര്യറാണ് നമ്മളെ ഒരു സോങ് പാടിയിട്ടുള്ളത്. മെലഡി ഒരു സോങ് മൃദുല വാര്യറാണ് പാടിയിട്ടുള്ളത്. ഒന്നൊരു റാപ്പ് സോങ് ആണ്. അപ്പോ മൂപ്പര് തൃശ്ശൂര് ഉള്ള ഒരു അല്ല, പുതിയ ആളല്ല, അത്യാവശ്യം സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ആള് തന്നെയാണ് പാടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ അക്ഷയ് നന്നായിട്ട് പാട്ട് പാടുന്നു തോന്നുന്നുണ്ട്. അപ്പൊ അക്ഷയ് രണ്ടുപേരും ഏതെങ്കിലും പാട്ട് പാടിയാലോ? പാട്ട് പാടാം. ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, ഞാനിങ്ങനെ പാട്ട് ആസ്വദിക്കും. അപ്പൊ ചെറുതിങ്ങനെ മൂടും. അപ്പൊ ബിജുവാട്ടനാണ്, പിന്നെ നമ്മളിങ്ങനെ ബിജുവാട്ടന്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ പാട്ട് പാടില്ല, നമ്മൾ ചങ്ങായിമാരെ കൂടെ ഇരിക്കുമ്പോ. അപ്പൊ അങ്ങനെ ബിജുവാട്ടനാണ് വീഡിയോയില് എന്നോട് പാട്ട് പാടുന്നിട്ട് ഒരു പാട്ട് പാടിച്ചു. പക്ഷെ ആൾക്കാർക്ക് അത് ഇഷ്ടമായി. പിന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ ബിജുവാട്ടൻ ഇങ്ങനെ പാട്ട് എങ്ങനെ പാടുന്നതാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് മീഡിയ, അതായത് സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ ചെയ്യാൻ പറ്റും. അതായത് തീരെ കഴിവില്ലാതാക്കും ഇതിൽ വന്നിട്ട് നമുക്ക് റീൽസ് ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലെ? അപ്പൊ ഏതാ പാട്ട് പാടും? പാട്ട് പെട്ടെന്ന് പറയുമ്പോ എനക്ക് പെട്ടെന്നെല്ലാം ബ്ലാങ്ക് ആയിരിക്കും. പാട്ട് വരി മറന്നു നോക്കാണ് എന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി. കട്ട് ചെയ്തോ? അപ്പൊ അക്ഷയ് തന്നെ എഴുതിയൊരു പാട്ടുണ്ടല്ലോ, ഷോർട്ട് ഫിലിം അല്ലെ? അത് ഞാനൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടിട്ട് എഴുതാണത്. ആ ഒരു പാട്ട് തന്നെ കേട്ടാലോ അല്ലെ? നമ്മള് സിനിമാ പാട്ടിൽ ഒരുപാട് കേൾക്കും. അപ്പൊ നമ്മൾ തന്നെ എഴുതിയൊരു പാട്ട് പാടുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോ തീർച്ചയായും. പക്ഷെ അത് പാടാൻ എനിക്ക് പേടിയതെന്ന് വെച്ചല്ലേ, ഞാൻ തന്നെ എഴുതിയതും ഞാൻ മറന്നുപോയി വിചാരിക്കില്ല. മറവ് ഭയങ്കര സോങ്ങില്. ഓക്കെ, അത് അറിയുന്ന പരിപാടിയാണ്, ഓർമ്മയുള്ളത്. പൊഴിയുമീ ഇലകൾ തൻ നീളുമീ മൗനം പോൽ എങ്ങുമെത്താത്തൊരേ യാത്ര ഇന്ന് കൂരിരുൾ പോലെ യാത്ര. പൊഴിയുമീ ഇലകൾ തൻ നീളുമീ മൗനം പോൽ എങ്ങുമെത്താത്തൊരേ യാത്ര ഇന്ന് കൂരിരുൾ പോലെ യാത്ര.
അത്ര വരെ. നല്ല വരികളും അത് നന്നായിട്ട് നല്ല വരികൾ അല്ലേ നല്ല വരികളും നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ടീം KL ബ്രോ ബിജു 50 മില്യൺ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ എന്താണ് സന്തോഷം? നമ്മള് കൂടെ നിൽക്കുന്നവര് വളരുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമല്ലേ. നല്ല മനസ്സിന് ഉടമകൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറയാൻ പറ്റും. എന്തായാലും അത് തന്നെയാണ്. ഇനിയും നിങ്ങൾ എല്ലാവരും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം. അതുപോലെ അടുത്ത എന്തെങ്കിലും സിനിമ പ്ലാനിങ് റിലീസ്? സോറി, ഞാൻ ചോദിക്കാൻ മറന്നു, ഇത് റിലീസ് എങ്ങനെയാണ്? റിലീസ് OTT റിലീസാണ്. അപ്പോ പിന്നെ നമ്മൾ ആദ്യം ഒരു ടീമുമായിട്ട് സംസാരിച്ചെല്ലാം ഓക്കെ ആയതായിരുന്നു. നമ്മൾ റിലീസിന്റെ എല്ലാം പ്ലാൻ ചെയ്തെടുക്കുന്നത്. നമുക്ക് ചെറിയൊരു ഇഷ്യൂ വന്നപ്പോ നമ്മളത് ഡ്രോപ്പ് ആയി പോയി. അപ്പൊ വീണ്ടും നമ്മളൊരു പുതിയ, അങ്ങനെയാണല്ലോ, നമ്മൾ പുതിയ കണ്ടെത്തിയിട്ട് നമ്മൾ ഇതാകുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതിന്റെ ഒരു ടൈമാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഉടനെ തന്നെ റിലീസ് ചെയ്യും. എന്താ ഈ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച്? ഇല്ല, നമ്മൾ OTT എന്നുള്ള പ്ലാനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പടം. അപ്പൊ നമ്മൾ അതിന് വേണ്ട പ്രിപ്പറേഷനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളിപ്പം സെൻസറിങ് ആയാലും നമുക്ക് ഇതിന്റെ അകത്ത് സെൻസറിങ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോ അതൊക്കെ കുറച്ച് നമുക്ക് വരുന്നത് കൊണ്ട് നമ്മള് തിയേറ്റർ റിലീസിന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മളൊന്ന് പ്രിപ്പയർ ആദ്യത്തെ ഇങ്ങനെ പോട്ടെ അല്ലെ, അടുത്തത് വലിയ തിയേറ്ററിൽ നമ്മൾ സിനിമ കാണുക എന്നുള്ളതാണ് സിനിമ സ്വപ്നം കാണുന്ന എല്ലാവരും ആഗ്രഹം. അപ്പൊ ഉടനെ തന്നെ ഒരു തരംഗം, തിയേറ്റർ തരംഗമായിട്ട് മാറാനുള്ള ഒരു വർക്കുമായിട്ട് വരുമല്ലേ നമ്മള്? തീർച്ചയായിട്ടും വരും. അപ്പൊ അത് എന്താവും എന്നുള്ളത് കാഴ്ചക്കാരുടെ ഇതാണ്. അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം അടുത്ത വർക്കിനെ പറ്റി എന്തെങ്കിലും ആലോചന അങ്ങനെ? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കലാണ്. അപ്പോ അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഹ്യൂമർ സബ്ജക്ട്, നമ്മളെ കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ 2-3 സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോ അതിൽ ഏതാണോ നമുക്ക് ഇതാവുക അത് എടുത്തത് ചെയ്യാം എന്നുള്ള ഇതിലുള്ളത്. ഹ്യൂമർ സെൻസ് എന്ന് പറയുമ്പോൾ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നതാണ്, ഒരുപാട് ചിരിക്കും. നമുക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റും. എന്തായാലും ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ദുഃഖം, ദുഃഖം ഉണ്ടാവും. തീർച്ചയായും ഇങ്ങനെ ആ ദുഃഖവും മറന്നിട്ട് ചിരിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ അത് വേറെ എല്ലാവർക്കും കിട്ടാത്തൊരു കഴിവ്. ഇതേപോലെ തന്നെ എപ്പോഴും ചിരിക്കുക, ചിരിപ്പിക്കുക, ചിന്തിപ്പിക്കുക. എന്തായാലും അടുത്ത വർക്ക് അപ്പൊ ഏതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, എനിക്ക് എന്താ അറിയോ, നമ്മളിപ്പം സിനിമയെ കുറിച്ച് അറിയുന്ന ഒരു കാര്യം, നമ്മളിപ്പം പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ട് ഏത് കഥയാണ് നമുക്ക് ഓക്കെ ആവുക നമുക്കറിയില്ല. നമ്മൾ ഓരോ ജോണറുള്ളത് നമ്മൾ ഓരോരോ ആൾക്കാരോടാണ് നമ്മൾ അവതരിപ്പിക്കുക, ആർട്ടിസ്റ്റ് ആയാലും. അപ്പോൾ എനിക്കൊരു ഡ്രീം പ്രൊജക്ട് എന്ന് പറയുന്നത് പൃഥ്വിരാജിനെ വെച്ചിട്ടുള്ളതാണ് ഡ്രീം പ്രൊജക്ട്. അതിപ്പോ ഒന്നുമില്ല, അത് എന്തായാലും കുറെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവില്ല. അതെ, പറയാൻ പറ്റില്ല നമുക്കൊന്നും. അടുത്തത് ഞാൻ നമ്മളെ കണ്ണൂരിനെ ബേസ് ചെയ്തിട്ട് ഒരു ലേഡീസിനെ മാത്രം വെച്ചിട്ടുള്ള ഒരു സബ്ജക്ട് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ അത് നമ്മളെ കുടുംബശ്രീ, തൊഴിലുറപ്പ്, അങ്ങനെയുള്ളൊരു സ്ത്രീകളുടെ നമ്മൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയില്ലേ, അതുപോലെ ഒരു സ്ത്രീകളുടെ ബുദ്ധിമുട്ടായിരിക്കും കൊണ്ടുവരാൻ. നമ്മളെ വീട്ടിലുള്ള നമ്മളെ അമ്മ അനുഭവിക്കുന്ന അവരെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മൾ ആരും പുറത്തു പറയാൻ വേണ്ടിട്ട് ഇതാക്കൂല. നമ്മൾ അവരോട് എപ്പോ ചോറായോ കറിയായോ മാത്രമേ ചോദിക്കൂ. എന്നാ നിങ്ങൾക്ക് ഇന്നവരുടെ വിഷമം സത്യത്തിൽ ആരും ചോദിക്കില്ല. ചോറായിട്ടില്ലെങ്കിൽ ചില ആള് ദേഷ്യം. അതെ. അല്ല, അതുപോലുള്ള കഥകൾ വന്നിട്ടില്ല എന്നല്ല, വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കണ്ണൂർ ബേസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു സാധനം എന്റെ മനസ്സിലുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് ആരോ ഓക്കെ ആവുന്നു അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടി. ഇതുപോലെ തന്നെ എല്ലാം പുതിയ ആൾക്കാരെന്നല്ല, എല്ലാം എനിക്ക് ഒരുപാട് നമ്മളെ കണ്ണൂരിലെ ഇപ്പം ചേട്ടന് ഇപ്പൊ സിനിമയിൽ സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് അതുപോലുള്ള നമ്മളെ പോലെയുള്ള സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്കെല്ലാം ചാൻസ് ഉണ്ട്. ഷുവർ ആയിട്ട്. എനിക്കും ഈ ക്യാമറ ചെയ്യുന്ന ആൾക്കാർ എല്ലാരും നമുക്ക് ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ളത് നമുക്ക് എന്തും തീർച്ചയായിട്ടും. അപ്പൊ എന്നാല് കൂടുതൽ ബിൽസ് നീട്ടുന്നില്ല. എന്തായാലും ഒരുപാട് സിനിമ ചെയ്യാൻ വലിയ പ്രൊജക്റ്റിൽ എത്തിപ്പെടാൻ കഴിയട്ടെ. അതുപോലെ നല്ല റൈറ്ററും സംവിധായകനും അതുപോലെ തന്നെ ആക്ടറും എല്ലാം ആയിട്ട് മാറട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന സിനിമയിൽ നമ്മൾ തന്നെ വരികൾ എഴുതിയിട്ട് നമ്മൾ തന്നെ പാടാനുള്ള അവസരം കൂടി ഉണ്ടാവട്ടെ. അതെന്ന് വെച്ചല്ലേ, എനിക്ക് നമ്മളിപ്പോ അങ്ങനെ പറയുമ്പോ നമ്മളിപ്പോ എല്ലാം ചെയ്യുമ്പോ നമ്മൾ പറയില്ല, എല്ലാം ചെയ്യുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മറ്റുള്ള ആൾക്ക് ഒരു അവസരം നമ്മളിപ്പോ ഓൾറെഡി സിനിമ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളൊരു വരി ചെയ്യുന്നാക്കു നമ്മൾ മാറി നിന്നിട്ട് വേറൊരാൾക്ക്, അതാണ് എന്റെ ഒരു ആഗ്രഹം. ഇപ്പൊ അടുത്ത പടമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഏതെങ്കിലും ഒരു പടങ്ങളിൽ
അക്ഷയന് പാടാനുള്ള ഒരു എല്ലാ സംഭവം. അങ്ങനെ ഓക്കെ തീർച്ചയായും. അതുപോലെ ഈ ചിരി എന്നും നിലനിൽക്കട്ടെ. ഇപ്പൊ തൽക്കാലം ഏകദേശം ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ അക്ഷയനെയും ബോറടിപ്പിക്കുന്നില്ല, അതുപോലെ ഇത് കാണുന്നവരെയും ബോറടിപ്പിക്കുന്നില്ല. അപ്പോ എന്തായാലും കുറച്ച് കൊടുക്കണം, കുറച്ച് കൊടുത്താലേ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതെ കുറച്ച് കൊടുത്താലേ ടേസ്റ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും ആസ്വദിച്ച് കഴിക്കാൻ കുറച്ചാണ്. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. കണ്ടുമുട്ടിയതിലും എനിക്കും തിരിച്ച് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞു വരും. സന്തോഷം. ഓക്കെ, അപ്പൊ എല്ലാം ഇതാണ് എളിമയും ചിരിമയും. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ അക്ഷയന്റെ നാട്ടിൽ നിന്ന് ഞാനും ക്യാമറ ചെയ്യുന്ന അക്ഷയനും എല്ലാവരും കൂടി ഒരു ടാറ്റ.